ഇന്നത്തെ നമ്മുടെ യാത്ര സാൻ മറീനോയിലേക്കാണ്. തെക്കൻ യൂറോപ്പിൽ ഇറ്റലിയാൽ ചുറ്റപ്പെട്ട എമിലിയ റൊമാന മാർക്കെ പ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു കൊച്ചു രാജ്യമാണ് സാൻ മറീനോ. യൂറോപ്പിലെ മൂന്നാമത്തെ ഏറ്റവും ചെറിയ രാജ്യമാണിത്. ലോകത്തിലെ തന്നെ 5ാമത്തെ ചെറിയ രാജ്യം. ഇറ്റലിയിൽ നിന്ന് സാൻ മറീനോയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതിർത്തി നിയന്ത്രണമില്ല. അതിനാൽ പ്രവേശിക്കാൻ നമ്മുടെ പാസ്പോർട്ട് ആവശ്യകതയില്ല. സാൻ മറീനോയിലുള്ള ഫുനീവിയയിലേക്കാണ് ഞങ്ങളുടെ ആദ്യ യാത്ര. AD 40-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ സാൻ മറീനോ ലോകത്തിലെ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ സ്വതന്ത്ര രാജ്യങ്ങളിൽ ഒന്നാണ്. ഏകദേശം 35,000 ആളുകളാണ് ഈ കൊച്ചു രാജ്യത്തുള്ളത്. ഈ രാജ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇറ്റലിയുടെ 3 സ്ഥലങ്ങളിൽ ഏതു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. റിമിനിയിൽ നിന്ന് വെറും 30 മിനിറ്റ് മാത്രമാണ് ഇവിടേക്കുള്ളത്. ബൊളോഞ്ഞയിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ സമയം, ഫ്ലോറൻസിൽ നിന്ന് 2.5 മണിക്കൂർ. ഇതിൽ ഏതു വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ബസ്സിലോ കാറിലോ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. അങ്ങനെ ഞങ്ങൾ ഫുനീവിയയിൽ എത്തിച്ചേർന്നു. ടിക്കറ്റ് വാങ്ങി അകത്തേക്ക് പ്രവേശിച്ചു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ കണ്ണടച്ച് തുറക്കും മുമ്പേ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. യാത്ര വളരെ നല്ല രസമായിരുന്നു. പുറത്ത് ഒരുപാട് കാഴ്ചകളും കാണാം. പുറത്തേക്ക് നോക്കിയാൽ മനോഹരമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആകാശ കാഴ്ചകളും നമുക്ക് കാണാം. പറഞ്ഞു തീരും മുമ്പേ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി കഴിഞ്ഞു. ഇവരുടെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ് ടൂറിസം തന്നെയാണ്. എന്നാൽ കൃഷിയും മറ്റൊരു സാമ്പത്തിക സ്രോതസ്സായി കരുതപ്പെടുന്നു. ഗോതമ്പ്, മുന്തിരി, ബാർലി ഇവയൊക്കെയാണ് പ്രധാന വിളകൾ. ഇവിടുത്തെ മറ്റൊരു പ്രധാന കാര്യം, ഇവിടുത്തെ ഗവൺമെന്റ് ഭൂമിയുടെ 4/3 ഭാഗവും സ്ഥിരം കൃഷിക്ക് നൽകിയിട്ടുണ്ട്. പാൽ ഉൽപാദനവും കന്നുകാലി വളർത്തലും ഒക്കെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാമ്പത്തിക സ്രോതസ് തന്നെയാണ്. വലിപ്പത്തിൽ കുറവാണെങ്കിലും നിരവധി ഷോപ്പുകളും ബൊട്ടീക്കുകളും മാളുകളും കൊണ്ട് സമൃദ്ധമാണ് ഇവിടം. നികുതി വളരെ കുറവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ വാങ്ങാം. ഇറ്റലിയിലെ പോലെ തന്നെ യൂറോ തന്നെയാണ് കറൻസി. അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷ ഇറ്റാലിയൻ ആണ്. എന്നിരുന്നാലും മിക്ക കടയിലും റെസ്റ്റോറൻറ്റുകളിലും ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞൻ കെട്ടിടങ്ങളും മരങ്ങളും പൂക്കളും അങ്ങനെ നിരവധി കാഴ്ച തന്നെയാണ് ഇവിടം പ്രദാനം ചെയ്യുന്നത്. നിരവധി ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇറ്റലിയിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ഒരു രാജ്യത്തിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനും ഈ രാജ്യത്തെക്കുറിച്ച് അറിയാനുമായി നിരവധി ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം ഇവർക്ക് നല്ലൊരു സാമ്പത്തിക സ്രോതസ്സായി ഇന്നും നിലനിൽക്കുന്നു. കാലാവസ്ഥയും ഏകദേശം തന്നെ ഇറ്റലിയിലെ പോലെ തന്നെയാണ്. നല്ല ചൂട് സമയമാണ്, നല്ല വെയിലുമുണ്ട്. സാൻ മറീനോയിലെത്തിയ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഇവിടെയുള്ള ഒരു തിരി ഫാക്ടറിയാണ്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞ് എനിക്കത് നന്നായി അറിയാമായിരുന്നു. പോകുന്ന വഴിക്ക് നമുക്കിപ്പോൾ ആഭ്യന്തര കാര്യാലയം കാണാം. ഇതാണ് സാൻ മറീനോയുടെ ആഭ്യന്തര കാര്യാലയം. കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. മെഴുക് തിരികളുടെ ഒരു ഷോപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം. വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഒരു ഷോപ്പാണത്. അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് നടന്ന കടയിലെത്തി. കടയിലെ സാധനങ്ങൾ കണ്ട് ഞങ്ങൾ ഞെട്ടി. അവിടെ അധികം വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. അല്ലായിരുന്നെങ്കിൽ നിങ്ങളെ അതിൻ്റെ ഒരു ഭംഗി കാണിച്ചു തരാമായിരുന്നു. വേണ്ട തിരികളൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി കടയിൽ നിന്ന്. വഴിയുടെ 2 സൈഡിലും നിരവധി ഷോപ്പുകൾ നമുക്ക് കാണാം. ഇപ്പോഴേക്ക് സമയം ഉച്ചയായി. ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് അന്വേഷിച്ചുള്ള നടപ്പാണിത്. അതിനുശേഷം സാൻ മറീനോ കോട്ടകൾ കാണണം. അതാണ് ഇന്നത്തെ പ്രോഗ്രാം. നിരവധി ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. പെർഫ്യൂമുകൾക്കൊക്കെ വളരെ വിലക്കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്രോളിന്, ഡീസലിനൊക്കെ ഇറ്റലിയെ അപേക്ഷിച്ച് ഇവിടെ വിലക്കുറവാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്.
ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയത് ജാർദീനോ പനോറാമിക്കോ എന്ന സ്ഥലത്താണ്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം. ഇത്രയും നടന്നെത്തിയപ്പോഴേക്കും എല്ലാവരും മടുത്തു. ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന തീരുമാനത്തിലെത്തി. ഇനിയുള്ള യാത്ര സാൻ മരീനോ കോട്ടകളിലേക്കാണ്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.